4 ദിവസത്തെ ഞങ്ങളുടെ മൂന്നാർ വട്ടവട യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. എവിടെയെല്ലാം പോയി, എത്രയായി ബഡ്ജറ്റ്, എവിടെ താമസിച്ചു, എന്തൊക്കെയുണ്ട് സ്ഥലങ്ങൾ കാണാൻ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. രാത്രിയോടുകൂടി മൂന്നാറെത്തി അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാന്. പക്ഷേ വഴി ചെറുതായിട്ടൊന്ന് തെറ്റിയതിനാലും വണ്ടി ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയതിനാലും ഞങ്ങൾക്ക് കറക്റ്റ് ടൈം എത്താൻ പറ്റിയിട്ടില്ല. ഒരു കോതമംഗലം വരെ ഞങ്ങൾ രാത്രി കൊണ്ട് യാത്ര ചെയ്തു. കോതമംഗലത്ത് എത്തിയപ്പോൾ രാത്രി ഒരു 10 മണി കഴിഞ്ഞതിനാൽ പിന്നെ അങ്ങോട്ടുള്ള യാത്ര രാത്രി വേണ്ടെന്ന് തീരുമാനിച്ചു. കോതമംഗലം മരിയ ഇൻ്റർനാഷണലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. 2100 രൂപയാണ് ഇവിടെ ഒരു രാത്രിക്ക് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. എന്നാലും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഇനി മൂന്നാർ പോകുന്നത് അത്ര സേഫ് അല്ല രാത്രി ആയതിനാൽ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് എൻ്റെ കോളേജും കണ്ട് ഒരു കോഫി കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും മൂന്നാറിലേക്ക് പോകാനാണ് പ്ലാന്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല, ഫുഡും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ നമുക്കൊരു കോഫി തരും, അതുമാത്രമാണ് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ കോളേജ്, MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. അപ്പോൾ ഏതായാലും വഴിതെറ്റി ലേറ്റായ സ്ഥിതിക്ക് കോതമംഗലത്ത് തന്നെ സ്റ്റേ ചെയ്യാൻ കാരണം ഈ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. പിറ്റേന്ന് രാവിലെ പണ്ട് പഠിച്ച കോളേജൊക്കെ ഒന്ന് കണ്ട് ഫാമിലിക്ക് ഒന്ന് കാണിച്ചു കൊടുത്താണ്ട് പോകാമെന്നല്ലായിരുന്നു ഉദ്ദേശം. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ മൂന്നാറിലേക്കാണ് പോയത്. ഉച്ചയോടുകൂടി മൂന്നാർ എത്തിയിട്ട് ആദ്യം ടീ മ്യൂസിയം കാണാനാണ് പ്ലാന്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് നേര്യമംഗലം പാലാണ്. നേര്യമംഗലം പാലത്തിലൊക്കെ കുറച്ച് സമയം കുടുങ്ങി. പക്ഷേ മൂന്നാറിലേക്ക് പോകുന്ന റൂട്ട് അങ്ങനെ വലിയ തിരക്കില്ല. പക്ഷേ തിരിച്ചു വരുന്ന റൂട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. മൂന്നാർ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് റോഡൊക്കെ നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട്. പക്ഷേ റോഡ് ഇപ്പോഴും വീതി കുറവാണ്, ആവശ്യത്തിനുള്ള വീതിയില്ല. എന്നാലും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ മാറിയിട്ട് അത്യാവശ്യം നല്ല റോഡായിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസം മേഖലകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ KSRTCയുടെ ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. KSRTCയുടെ ഒരുപാട് ടൂർ സർവീസുകൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാർ ടൗണിൽ നിന്ന് ഞങ്ങൾ ആദ്യം പോയിട്ടുള്ളത് ടീ മ്യൂസിയത്തിലേക്കാട്ടോ. ടീ മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ ഈ കാഴ്ചയൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. നല്ല തേയിലത്തോട്ടങ്ങളും അതുപോലെ നല്ല ക്ലൈമറ്റ് ഒക്കെ. നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഈ ടീ മ്യൂസിയം അതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കണ്ടിട്ട് വേണമെങ്കിൽ വരാം. അതുപോലെ ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഈ തേയിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അത് മേടിക്കാം. പിന്നെ ടീ മ്യൂസിയം ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് 150 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരം വന്നതല്ല, എന്തായാലും 150 രൂപ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ ഒരുപാട് മ്യൂസിയം വസ്തുക്കളൊക്കെ ഉണ്ട്. അതായത് ഈ പണ്ട് ഈ തേയില പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും മെഷീൻസ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. മ്യൂസിയത്തിനകത്ത് തന്നെ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ ചായപ്പൊടി ഉണ്ടാക്കുന്നത്, അതിൻ്റെ മൊത്തം പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ഇവിടുന്ന് വിശദീകരിച്ച് തരും. അതുപോലെ വെറൈറ്റി ടൈപ്പ് ചായപ്പൊടിയും കാര്യങ്ങളും, അങ്ങനെ ഒരു ചായപ്പൊടി എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് സകല കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മൾ ചായപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ ഓരോ ചായപ്പൊടി ചിലപ്പോൾ ഓരോ സൈസിൽ ഓരോ തരികളിലൊക്കെ ആയിരിക്കും. അതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അവർ സെപ്പറേറ്റ് ചെയ്യുന്നത്. മുകളിൽ ഇട്ടിട്ട് ഇങ്ങനെ താഴെ ഓരോ ബക്കറ്റിൽ ഓരോ സൈസിൽ, അതുപോലെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇവിടുന്ന് വരുന്നത്. ഇതൊക്കെ ഓരോ ടൈപ്പിലുള്ള തേയിലകളാട്ടോ, ചായപ്പൊടികളാണ്. നമ്മുടെ ഗ്രീൻ ടീ, അങ്ങനെ വെറൈറ്റി ചായപ്പൊടികൾ ഇവിടെ ഉണ്ട്. ചായപ്പൊടികളൊക്കെ ഗ്രേഡ് തിരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ചെയ്യാം കേട്ടോ. അവിടുന്ന് ചായപ്പൊടി നമുക്ക് മേടിച്ചിട്ട് ഇവിടെ മുകളിലിട്ടാൽ നമ്മുടെ ഓരോ ഗ്രേഡ് ഓരോ തരിക്കനുസരിച്ച് ഓരോ ബക്കറ്റിൽ ചെന്ന് വീഴുന്നൊക്കെ നമുക്ക് ഇവിടുന്ന് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഫസ്റ്റ് കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ പിന്നെ വിശദമായിട്ട് ഇതൊക്കെ ഒന്ന് കാണാണ്. ഈ കാണുന്നത് എസ്റ്റേറ്റിൽ നിന്ന് പറിച്ചോടുന്ന തേയിലയുടെ ഇലകളൊക്കെ ഉണക്കുന്നതാണ്. അതിന് അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ തേയിലയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഇങ്ങോട്ട് ടിക്കറ്റ് ഒന്നും വേണ്ട, നമുക്ക് ആ മ്യൂസിയത്തിൽ കയറാൻ മാത്രം ടിക്കറ്റ് മതി. അതുപോലെ ഇവിടെ ചായ ഉണ്ട്. ഇവിടെ എസ്റ്റേറ്റിൽ നിന്ന് തന്നെ പറിച്ചിട്ട് ചായപ്പൊടി ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ചായ വേണമെങ്കിൽ കുടിക്കാം. ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ചായയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ തന്നെ ചായ എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനടുത്ത് തന്നെ ഒരു ചെറിയ തൂക്കുപാലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ എസ്റ്റേറ്റിൻ്റെ അടിയിലൂടെ ഒരു തൂക്കുപാലം, അതിലൂടെയൊക്കെ നമുക്ക് നടന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രീ ആണ്. മ്യൂസിയത്തിൽ കയറാൻ മാത്രം നമുക്ക് പൈസ കൊടുത്താൽ മതി. 150 രൂപയാണ് ടിക്കറ്റ്. ഏകദേശം ഉച്ച കഴിഞ്ഞോടെ ഞങ്ങൾ ടീ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ടോപ്പ് സ്റ്റേഷൻ റൂട്ടിനാണ്. ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് വട്ടവട ഒന്ന് സ്റ്റേ ചെയ്യാനാണ് ഇനി അടുത്ത പ്ലാന്. അപ്പോൾ ഞങ്ങളിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ റൂട്ടിൽ കയറിയിട്ടുണ്ട്. ആദ്യം പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ്. റോസ് ഗാർഡൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനി വിശദമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല, എല്ലാവരും കണ്ടതായിരിക്കും. മൂന്നാറിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഫ്ലവർ ഷോകളോ അതുപോലെ ഗാർഡൻസോ ഒന്നുമല്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ ഇടയിലൂടെയുള്ള ഈ യാത്ര തന്നെയാണ് ഏറ്റവും രസം. അതുപോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചായക്കടകളിൽ നിന്നൊക്കെ ഓംലെറ്റും അതുപോലെ നമുക്ക് ചായ കൊടുക്കാം. അതുപോലെ ഈ സ്വീറ്റ് കോണ്, അങ്ങനത്തെ ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോകുന്നത് തന്നെയാണ് ഒരു എക്സ്പീരിയൻസ്.
ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ലഞ്ച് ഞങ്ങൾ ഏതെങ്കിലും റോഡ് സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ബിരിയാണിയൊക്കെ വെക്കുന്നുണ്ട്, അത് മേടിച്ച് കഴിക്കാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇതിന് 100 രൂപയാണ് ഒരു ചെറിയ പ്ലേറ്റിന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പ്ലേറ്റ് വാങ്ങി 200 രൂപയാണ് ഞങ്ങൾക്ക് ഫുഡിന് പൈസ ആയത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ട് വരുന്നത് മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റ് പോലത്തെ കാര്യങ്ങളാണ്. അതുപോലെ കുണ്ടള ഡാമൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഇവിടെ ഒരു എലിഫൻറ്റ് പാർക്ക് ഉണ്ടായിരുന്നു, എലിഫൻറ്റ് സഫാരി പാർക്ക്. അത് എന്തുകൊണ്ടോ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. എന്താ കാരണം ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല, ഓപ്പൺ അല്ല എന്ന് പറഞ്ഞു. ശരിക്കും മാട്ടുപ്പെട്ടി ഡാമിലെത്തിയപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. ഒരു തുള്ളി വെള്ളം മാട്ടുപ്പെട്ടി ഡാമിലില്ല. വെള്ളമൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില ടൂറിസ്റ്റുകൾ അവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, താഴത്ത് പോയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും തോന്നിയില്ല. ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് കുടിച്ച് എക്കോ പോയിൻറ്റും ഏകദേശം ഇതേ അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളുണ്ട്, പക്ഷേ എവിടെയും വെള്ളമൊന്നുമില്ല. ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് മോശമാണ്, മഴയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ കോടമഞ്ഞും സംഭവങ്ങളൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാത്ത തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുറേ ഹോട്ടലുകൾ റോഡ് സൈഡിൽ കച്ചവടം നടത്തുന്നുണ്ട്. അവിടെ നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കാം. ഇത്തരം വ്യൂ പോയിന്റുകളും ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും ഈ ടോപ്പ് സ്റ്റേഷൻ റൂട്ടിൽ. നല്ല ഓംലെറ്റ്, നൂഡിൽസ്, അതുപോലെ ചായയൊക്കെ നല്ല രസമായിരിക്കും. 15 രൂപയ്ക്കാണ് ചായക്ക്. അതുപോലെ നൂഡിൽസിനൊക്കെ 60 രൂപയാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഓംലെറ്റിനും 60 രൂപയാണ്. ബ്രെഡ് ഓംലെറ്റൊക്കെ ആണെങ്കിൽ 80, ഇങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഞങ്ങൾ കുറച്ച് നൂഡിൽസും അതുപോലെ ചായയും കാര്യങ്ങളൊക്കെ മേടിച്ച് കുടിച്ചു. ടോപ്പ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ റൂമിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് വട്ടവട പോകാമെന്ന് വിചാരിച്ചു. നേരെ വട്ടവടക്കാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് കുറേ കാട്ടുപോത്തും കൂട്ടങ്ങളൊക്കെ ഞങ്ങളെ മുന്നിൽ പെട്ടിട്ടോ. പക്ഷേ ഞങ്ങൾ പേടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ തന്നില്ല, പെട്ടെന്ന് പോയി. അതുപോലെ ഈ റൂട്ടിൽ നമുക്ക് ഇറങ്ങാനൊന്നും പാടില്ല. അവിടുന്ന് പ്രത്യേക കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്, പുറത്തിറങ്ങരുത് എന്നുള്ളതൊക്കെ. അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. വട്ടവടയിലൂടെ പോയപ്പോൾ കുറച്ചൊക്കെ കോട ബജ്ജി അതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കേട്ടോ. ഇതാണ് വട്ടവടയിലെ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. നല്ല യൂറോപ്യൻ സ്റ്റൈൽ പോലെ പച്ചപ്പുല്ലൊക്കെ ആയിട്ട് ഇവിടെ നല്ല സീസൺ ടൈമിൽ ഇവിടെയൊക്കെ മഞ്ഞ് വീഴുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല വെള്ള കളറിൽ മഞ്ഞ് വീഴുന്നൊക്കെ സ്ഥലമാണ് ഈ വട്ടവടയിലെ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നല്ലൊരു അട്രാക്ഷനാണ്. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാനില്ല, അനുവാദമില്ല. ഇറങ്ങിയിട്ട് പോലീസൊക്കെ പിടിച്ചാൽ ഭയങ്കര പ്രശ്നമാവാൻ ചാൻസ്. ഇതാണ് ഞങ്ങൾ വട്ടവടയിൽ എടുത്ത റൂം. ഒരു ദിവസം 1500 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. ചെറിയൊരു റൂമാണ്, എന്നാലും റേറ്റ് കുറച്ച് കമ്മിയായതുകൊണ്ട് ഇത് തന്നെ എടുത്തു. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വട്ടവട ടൗൺ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് വട്ടവട ടൗണ്. കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോലെ ഭയങ്കര വ്യത്യസ്തമാട്ടോ. അതായത് കറക്റ്റ് ഒരു തമിഴ്നാടത്തെ ഒരു ഗ്രാമം പോലെ നമുക്കിവിടെ ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ ഇതുവരെയൊക്കെ ഞങ്ങൾ കാറിൽ വന്നു. അതുപോലെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ച് സ്വാധീനമുള്ള സ്ഥലം തോന്നുന്നു. ഒരുപാട് പാർട്ടിയുടെ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ കണ്ടു. കേരളത്തിലെ മറ്റുള്ള വില്ലേജുകൾ അതുപോലൊന്നും അധികം വികസനം കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള റോഡുകളാണ്. കറക്റ്റ് ഒരു തമിഴ്നാട് പോയ പോലെയാണ് നമുക്ക് തോന്നുക. അതുപോലെ ഇങ്ങോട്ട് കൂടുതൽ ദൂരത്തേക്ക് നമ്മുടെ സ്വന്തം കാറൊന്നും എടുത്തിട്ട് വരാൻ പറ്റില്ല. കാരണം റോഡും ഒക്കെ മോശമായത് കാരണം വണ്ടി കേടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നാളെ രാവിലെ ട്രക്കിങ്ങിന് പോകുമ്പോൾ ഈ സ്ഥലത്ത് കൂടെയൊക്കെ വീണ്ടും വരും. അപ്പോൾ ഇതിനടുത്തൊരു വാക്സ് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. വാക്സ് മ്യൂസിയം അല്ല, ഹണി മ്യൂസിയം. അതുപോലെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ട്. ഇതൊക്കെ കാണാനാണ് ഇനി അടുത്ത് പോകുന്നത്. ഇത് വട്ടവട ടൗണിൽ തന്നെയുള്ള ഒരു സ്ട്രോബെറി ഫാമാട്ടോ. ഇത് ചെറിയൊരു സ്ട്രോബെറി ഫാമാണ്. ട്രക്കിങ്ങിന് പോകുമ്പോൾ ഇതിലും വലിയ സ്ട്രോബെറി ഫാംസ് നമുക്ക് കാണാൻ പറ്റും. മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. അപ്പോൾ അവർക്ക് ഇങ്ങനെ എങ്ങനെയാണ് സ്ട്രോബെറി ഉണ്ടാവുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ആയിരുന്നു ഈ ഒരു സ്ട്രോബെറി ഫാം വിസിറ്റിൻ്റെ ഒരു ഉദ്ദേശം. അതുപോലെ ഇവിടെ ഒരു ഹണി മ്യൂസിയം ഉണ്ട്. ഹണി മ്യൂസിയം ഇതുപോലൊക്കെ തന്നെ കുറച്ച് വെറൈറ്റി തേനുകളുണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യം. രാത്രിയായപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ റൂമിലേക്ക് തന്നെ വന്നു. ഇവിടെ ഞങ്ങൾ കുറച്ച് ഫാമിലീനോടൊക്കെ അന്വേഷിച്ചിട്ട് ട്രക്കിങ്ങിന് കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഒരു ജീപ്പിന് 2500 രൂപയ്ക്കാണ് വരുന്നത്. അപ്പം നമുക്കൊരു 4 ഫാമിലി ഉണ്ടെങ്കിൽ 8 പേര്, ഒരു ജീപ്പിൽ 8 പേരൊക്കെ പോകും. അങ്ങനെ 8 പേരായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പൈസ കുറച്ച് ലാഭിക്കാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വണ്ടിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് പൂച്ചകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പ് കാരണം ചെറിയൊരു ചൂടിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഇതിലൊക്കെ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ പുറത്താക്കിയിട്ട് വീണ്ടും ടോപ്പ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പോകുകയാണ്. ടോപ്പ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം ട്രക്കിങ്ങിന് വേണ്ട ജീപ്പ് ഒന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെത്തിയിട്ട് ജീപ്പ് അന്വേഷിച്ചപ്പോൾ അവിടെ 3500 രൂപയ്ക്കാണ് റേറ്റ് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ വട്ടവട അന്വേഷിച്ചപ്പം 2500 റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വട്ടവടക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് ബുക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ലാഭം വട്ടവട നിന്ന് ജീപ്പ് ബുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വട്ടവട നിന്ന് ഒരു ജീപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2000 രൂപയാണ് റേറ്റ് വരുന്നത്. ഞങ്ങൾ 8 പേരുണ്ട്, 4 ഫാമിലി. അപ്പോൾ ഒരാൾക്ക് 250 രൂപ, ഒരു ഫാമിലിക്ക് 500 രൂപ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ.
അപ്പോൾ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.